പ്രിയമുള്ളവരെ, ഇന്നത്തെ എൻ്റെ യാത്ര കോട്ടയത്തെ കൊല്ലാടെന്ന ഗ്രാമത്തിലെ കിഴക്കുംപുറം പാടശേഖരത്തിലെ ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ച കാണുവാൻ വേണ്ടിയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 5:10 വഞ്ചിനാട് എക്സ്പ്രസിൽ യാത്ര തിരിച്ച് 6:25 കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറി കഞ്ഞിക്കുഴി കൊല്ലോട് റോഡിൽ കൂടി ബോട്ടുചട്ടി കവലയിലെത്തി. അവിടെ നിന്ന് പഞ്ചായത്ത് റോഡിലൂടെ പ്രവേശിച്ച് തൃക്കോൽ അമ്പലത്തിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ താഴോട്ടു പോയാൽ കാണാവുന്നതാണ് ആമ്പൽപ്പാടം. നമ്മളിവിടെ നിന്ന് നോക്കിയാൽ ദൂരെ നമുക്ക് കാണുവാൻ സാധിക്കും ആമ്പൽ പൂക്കൾ പിങ്ക് നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ അടുത്തു പോയാലാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിനുള്ള ആൾക്കാരുകൾ തയ്യാറായിരിക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് ആളുകൾ ഓട്ടോയിലും കാറിലും വന്നുകൊണ്ടിരിക്കുന്നു. അധികം തിരക്കുകളൊന്നുമില്ല. ഫോട്ടോഷൂട്ടിന് വേണ്ടി ആമ്പലുകൾ വെച്ച് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ചെറുതോണിയിൽ നിരവധി ആളുകളാണ് ഫോട്ടോകൾ എടുത്ത് കടന്നു പോകുന്നത്. ഇന്നും ഫോട്ടോഷൂട്ടിനായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഈ ആമ്പലുകളെ അടുത്തു കാണുവാനും ആമ്പലുകൾ പറിക്കുവാനും ഫോട്ടോയും വീഡിയോയും എടുക്കുവാനും വഞ്ചിയിൽ കയറി ആളുകളെയും കൊണ്ട് ആമ്പലുകൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. മടങ്ങുമ്പോൾ ആമ്പലുകൾ പറിച്ചെടുത്ത് ഫോട്ടോയും എടുത്ത് അവർ മടങ്ങുന്നു. ഈ ആമ്പൽ പാടശേഖരത്ത് പൊങ്ങി നിൽക്കുന്ന ഈ ആമ്പലുകൾ കാണുവാൻ മനോഹരമായ ഭംഗിയാണ്. ഉയർന്നു നിൽക്കുന്ന ആമ്പലുകൾ നിരന്നു നിൽക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. മനോഹരമായ ഭംഗിയല്ലേ? പിന്നെ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാതിരിക്കും? നമുക്കും ഒന്ന് ഫോട്ടോ എടുത്താൽ കൊള്ളാവുന്നുണ്ട് അല്ലേ? രാവിലെ എത്തിയാൽ നല്ല മനോഹരമായ കാഴ്ച ദർശിക്കുവാൻ സാധിക്കും. തിരക്ക് കുറവാണ്. ആയതിനാൽ നമുക്ക് കൂടുതൽ നേരം ആസ്വദിക്കാം. വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ആമ്പലുകൾ കൂമ്പിപ്പോകും. ആ മനോഹരിതയ്ക്ക് ഭംഗി കുറയും.
ഇങ്ങനെ പരന്നു കിടക്കുന്ന ആമ്പൽപ്പാടം, പിങ്ക് കളറിലെ താമരകൾ നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയിൽ കൊക്കുകളും തവളകളുമൊക്കെയുണ്ട്. ആമ്പൽപ്പൂക്കളുടെ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി വഞ്ചികൾ ആവശ്യമാണ്. ആയതിനാൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വഞ്ചിയിൽ പോകുന്നതിനും വഞ്ചിക്കാരുടെ പേരുകളും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൊല്ലാടിന് പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ് ഈ ആമ്പൽ വസന്തം. പനച്ചിക്കാട് പഞ്ചായത്തിൽ 10,000-കണക്കിന് കൃഷിഭൂമികളുണ്ടെങ്കിൽ അക്ഷരനഗരിയായ കോട്ടയം പട്ടണത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ കിഴക്ക് മാറി കൊല്ലാടെന്ന പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം, പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം, വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കൊണ്ട് വിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധിയുടെ പരിഭാവനമായ ഒരു സങ്കേതം കൂടിയാണ് ഈ കൊല്ലാടെന്ന കൊച്ചു ഗ്രാമം. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അഭിമാന സ്തംഭമായ തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത്, അതുപോലെ തന്നെ പ്രജയും പ്രതീക്ഷയും മറ്റ് മനസ്സുകൾക്ക് കാരുണ്യത്തിൻ്റെ കൈവല്യം പകർന്ന് സ്നേഹത്തിൻ്റെ നറുവായിൽ നുകരുന്ന സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിൻ്റെ 50 മീറ്റർ താഴെയാണ് ഈ 200 ഏക്കർ വരുന്ന കൊല്ലാട് കിഴക്കുപുറം വെള്ളച്ചാട്ടം. രാവിലെ 6 മണി തൊട്ട് 10 മണി വരെ ഒരു സുന്ദരിയെ പോലെ അണിഞ്ഞൊടുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഈ ആമ്പൽ വിരിഞ്ഞിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആ കാഴ്ച കാണുവാൻ ഏവരെയും കൊല്ലാട് കിഴക്കുപുറം പാടശേഖരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഇവിടെ വരുന്നവർ ഗ്രാമപ്രദേശമായതിനാൽ കടകൾ തീരെയില്ലാത്ത ഒരു സ്ഥലമാണ്. ഭക്ഷണ സാധനങ്ങളും വെള്ളവും കയ്യിൽ കരുതുക.